കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്ത് എവിടെയും കായ്ക്കുമെന്നാണ്. ഇതാണ് ആ കാണുന്ന റിസൾട്ട്. ഇതാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് PH ഡോക്ടർ. കേരളത്തിൽ ആദ്യമായി 50 ഏക്കർ സ്ഥലത്ത് കടൽ കക്കാപ്പൊടി ഉപയോഗിച്ച് നെൽകൃഷി ചെയ്തിരിക്കുന്നു. നെൽകർഷകർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, പച്ചക്കക്കാപ്പൊടി ഉപയോഗിച്ചാൽ വിജയിക്കുമോ? അതിനുള്ളൊരു മറുപടിയാണ് നമുക്ക് ഈ കാണുന്നത്. 135 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഉമ എന്ന നെൽവിത്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിപ്പോ ഏകദേശം കൊയ്ത്തിന് ഭാഗമായിട്ടുണ്ട്. മനോജ് സാർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഉമ എന്ന നെൽവിത്താണ്. ഈ ഉമ നെൽവിത്തിന്റെ വിളവെടുപ്പ് കാലാവധി പറയുന്നത് 135 ദിവസമാണ് പറയുന്നത്. നമുക്ക് ഈ PH ഡോക്ടർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം 1 ഏക്കറിലേക്ക് 100 കിലോ മാത്രം ഉപയോഗിച്ചാൽ മതി. രണ്ടാമത് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ലേബർ ചാർജും നമ്മളുടെ ഇതിന്റെ വിലയും അദ്ദേഹത്തിന് അതൊരു ബാധ്യതയായി വരുന്നില്ല. കുമ്മായ ആകുമ്പോൾ രണ്ടാമതും ഉപയോഗിക്കേണ്ടി വരും, മൂന്നാമതും ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ 2-3 പ്രാവശ്യം ലേബർ ചാർജും ആവശ്യമായിട്ട് വരും. ഇത് നമുക്ക് ഈ രണ്ടും ഈ PH ഡോക്ടർ ഉപയോഗിക്കുന്നവർ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. നമ്മൾ ഇന്നുള്ളത് കുന്നുംകുളത്താണ്. ഇത് കണ്ട ഈ വലിയ പാടശേഖരം കണ്ട, ഇതെല്ലാം കൃഷി ചെയ്തിട്ടുള്ളത് നമ്മളുടെ അടുത്തേക്ക് നമ്മുടെ പ്രിയ സുഹൃത്ത് ശ്രീ മനോജ് സാറാണ്. അദ്ദേഹത്തിന്റെ പാടശേഖരമാണ് ഈ കാണുന്നത്. അദ്ദേഹം നമ്മുടെ PH ഡോക്ടർ എന്നുള്ള കടൽ കാക്കാപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അദ്ദേഹം തന്നെ വിശദീകരിക്കും. നമസ്കാരമുണ്ട്. ഞാനൊരു 6 മാസം മുന്നെയാണ് ഫേസ്ബുക്കിലൂടെ ഇവരുടെ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയുന്നത്. ഞാൻ അത്രയും കാലം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന നീറ്റുകക്കയാണ്. പാടത്ത് നമ്മൾ സാധാരണ ഊരി പോകാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പറയുക, നെൽവിത്ത് നട്ട് കഴിഞ്ഞാൽ വളം എടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഒരു ഓരിയെന്നാണ് ഈ ഭാഷയിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രയോഗിക്കുന്ന ഭാഷ. അപ്പം അത് എല്ലാ കൊല്ലവും നമ്മൾ റെഗുലറായിട്ട് ഒരു ഏക്കറിന് നമ്മളിത് ഉപയോഗിക്കുന്നതാണ്. കൃഷിഭവനിൽ ഒരു 100 കിലോ ഒക്കെ സബ്സിഡിയിൽ കിട്ടും. അതിലപ്പുറം വേണമെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് രണ്ടാമത് ഇടണം. ഒരു 300 കിലോ വരെയൊക്കെയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം രണ്ടാമതും മൂന്നാമതായത് 100 കിലോ ആണ് സബ്സിഡിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഒരു 5 രൂപ പെർ കിലോ ഉണ്ട്. പിന്നെ അത് നമ്മൾ 200-300 ഇടണമെങ്കിൽ അത് 2-3 ഘട്ടങ്ങളായിട്ട് ഇടണം. അതിൻ്റെ ഒരു ലേബർ കോസ്റ്റ് വരും. പ്ലസ് അതിൻ്റെ എന്താ പറയുക കോസ്റ്റും ഒരു 12 രൂപ വരെയൊക്കെ നല്ല നീറ്റൊക്കെ കിട്ടണമെങ്കിൽ വില വരും. അപ്പോൾ അതിനൊക്കെ നമ്മൾ വിട്ടിട്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവരായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചു. അവർ നമ്മൾക്ക് പറഞ്ഞ ഗുണങ്ങൾ ഇതൊക്കെയാണ് കാണിച്ചത്. ഒന്ന്, മണ്ണിൻ്റെ PH വാല്യൂ കൂടും. പിന്നെ ഈ നീറ്റുകക്ക ഇടുന്നതിൻ്റെ എല്ലാ പവറും ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ പച്ചക്കക്കയുടെ പൊടി ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്നു. നമ്മളതൊന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ചു. ഞാനിപ്പോൾ ഈ കണ്ടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് 1 ഏക്കറയ്ക്ക് 100 കിലോ എന്നുള്ള രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ആദ്യത്തെ വെള്ളം കൊടുത്തൊരു 40 ഡേയ്സ് നട്ടതിന് ശേഷം ഒരു 40 ദിവസമൊക്കെ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ നെല്ല് നമ്മൾ സാധാരണ നിലയ്ക്ക് ഒരു കൂടുതൽ വന്നു കഴിഞ്ഞാൽ നെല്ല് എടുക്കില്ല. എന്ത് വെള്ളം കൊടുത്താലും നെല്ലിങ്ങനെ എടുക്കാതെ ശുഷ്കിച്ച് നിൽക്കും. ആ ഒരു അവസ്ഥ 100% മാറി. നമ്മളിത് ഉപയോഗിച്ച എല്ലാ കണ്ടങ്ങളും, ഞാനൊരു 33 ഏക്കറോളം കൃഷിയിൽ ഇതിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ എല്ലാ ഭാഗത്തും ഒരേപോലെ നെല്ല് എടുത്തു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചൊരു വിഷയം. അതാണ് ഞാൻ ഇതിന് 100 ഒരു മാർക്ക് കൊടുക്കാനുള്ള കാരണം. അതിനുശേഷം പിന്നെ നമ്മൾ എന്താ പറയുക, ഒറ്റ തവണ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആകെ കൂടി ഇതിൻ്റെ ഒരു അപ്ലൈ ചാർജ്, ലേബർ ചാർജ് തന്നെ 1 ടൈമാണ്. പിന്നീട് അവിടുന്ന് വന്നിട്ടുള്ള നമ്മൾ പല വളങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നെല്ല് ഒരുവിധം വിളവായിട്ട് നിൽക്കുന്നു. ഇപ്പോഴത്തെ നിലവിൽ നെല്ലൊരുവിധം നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ബെറ്റർ ആയിരിക്കും എൻ്റെ yield എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ഇത് കൊയ്ത്ത് കഴിഞ്ഞ് അതിൻ്റെ വിളവെടുത്തതിന് ശേഷം അതിൻ്റെ ബ്രിഡ്ജിലെ തൂക്കമൊക്കെ നോക്കിയാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ 100%. എന്നാലും എൻ്റെ ഇപ്പോഴത്തെ ഒരു അനുമാനം വെച്ചിട്ട് എന്തുകൊണ്ടും ഇത് നമുക്ക് ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. സാർ എത്ര കൊല്ലമായിട്ട് നെൽകൃഷി? ഞാനൊരു 10 വർഷത്തിന് മേലെയായിട്ട് നെൽകൃഷി ഇതുപോലെ കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്ന ഒരാളാണ്. കഴിഞ്ഞ വർഷം വരെ ഞാൻ നീറ്റുകക്ക മാത്രമാണ് കണ്ടത്തിൽ ഈ ഓരിനെ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്തിരുന്നത്. ആദ്യമായിട്ടാണ് മറ്റേ നീറ്റൊക്കെ ഉപയോഗിച്ച് ഒരു പ്രയോജനം ഇല്ലയെന്ന് ഞാൻ പറയില്ല. ചില ഭാഗങ്ങളിൽ നെല്ലെടുത്തിട്ട് കാണും, ചില ഭാഗങ്ങളിൽ നെല്ല് തീരെ അത് എത്ര തവണ അപ്ലൈ ചെയ്താലും എടുക്കാതിരിക്കുന്നത് കാണും. നമ്മൾ പല രീതിയിലും കാണിച്ചാൽ റൂട്ട്സ് അത് ഇതുകൊണ്ട് ഓരോരുത്തർ സജസ്റ്റ് ചെയ്യും, ഇന്നതിട്ടാൽ നന്നാവും, ഇന്നതിട്ടാൽ നന്നാവും. പക്ഷെ എടുക്കാറില്ല നെല്ല്. അവസാനം അവർ പറയുന്ന ഒരു തീരുമാനം ഈ ഒരു കാരണമാണ് നെല്ലെടുക്കാത്തതെന്നുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഞാൻ പച്ചക്കക്കയുടെ പൊടി നമ്മൾ പരീക്ഷിച്ചു. അതെനിക്ക് 100% സക്സസ് ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ മറ്റുള്ള നെൽകർഷകർക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ? എന്നോട് ഇതുവരെ ചോദിച്ച ആൾക്കാർക്ക് മുഴുവൻ ഞാൻ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയും ആർക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം എന്നാണ്. കാരണം ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ അതാണ് ചെയ്തത്. അടുത്ത വർഷം ഇതാണ് എൻ്റെ yield, എനിക്ക് കുഴപ്പമില്ല. അതിന് അടുത്ത വർഷം ഞാൻ കേരളത്തിലെ മറ്റുള്ള നെൽകർഷകർ സാറിന്റെ ഫീൽഡ് വിസിറ്റ് ചെയ്ത് ഇതിന്റെ റിസൾട്ടിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പങ്കുവെക്കാൻ സാർ തയ്യാറാണ്? തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴും പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. നിങ്ങളുടെ ശേഷവും എൻ്റെ നമ്പർ കിട്ടിയിട്ടോ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ നല്ല സപ്പോർട്ടാണ് പറയാറ്. കാരണം എനിക്കിപ്പോൾ വേറെ ഒന്നുമില്ല. കാരണം നമുക്കിതൊരു നെൽകർഷകർക്ക് ഏത് കർഷകനെ എന്തെങ്കിലും ഒരു ഉപകാരം ഒരു പ്രത്യേക സാധനം കൊണ്ടുണ്ടെങ്കിൽ അത് മാക്സിമം പറയുക എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ലോസാണ്, ഒരാളും വാങ്ങരുത് എന്ന് പറയാനും നമുക്കൊരു ബുദ്ധിമുട്ടില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഇത് കണ്ടിട്ട് എൻ്റെ സുഹൃത്തും ഇതുപോലെ ഒരു 500 കിലോ വാങ്ങിയിട്ട് അങ്ങോട്ട് തൊടിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്ത് തന്നെയാണ് അങ്ങോട്ട് ജാതി, തെങ്ങ്, കഴുങ്ങ്, വാഴ, അങ്ങോട്ട് വളരെ നല്ല റിസൾട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങോട്ട് ഒരു 500 കിലോ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പോൾ ലാസ്റ്റ് വാങ്ങി വെക്കിയത്. ഞങ്ങൾ രണ്ടാളും കൂടെ 500 കിലോ വാങ്ങി വെച്ചിട്ടുണ്ട്. തൊടിയിൽ ഉപയോഗിക്കാനാണ്. ഇത് പിന്നെ സ്വാഭാവികമായിട്ടും അടുത്ത സീസണിലേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സന്തോഷം.
അപ്പോൾ മനോജ് സാർ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ തയ്യാറായതിലും ഇതിനെ സംബന്ധിച്ച് നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് തരാൻ തയ്യാറായാലും അദ്ദേഹത്തിനോട് നന്ദി രേഖപ്പെടും. സന്തോഷം. മണ്ണിന്റെ pH റെഡിയാകാതെ കൃഷിയിൽ എന്ത് ചെയ്തിട്ട് ഏത് വളം ഉപയോഗിച്ചിട്ടും കാര്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് പരമ്പരാഗതമായിട്ട് കർഷകർ കുമ്മായവും ഡോളമേറ്റും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം കർഷകർക്ക് വിപ്ലവകരമായ ഒരു ആശ്വാസവുമായിട്ടാണ് കടൽ കക്കപ്പൊടി കടന്നു വന്നത്. കടലിലെ വൈവിധ്യങ്ങളായ ഒരുപാട് കക്കകൾ പൊടിച്ച് നമ്മൾ പൗഡർ ആകുന്നതുകൊണ്ട് അതിൽ ഒരുപാട് വൈവിധ്യങ്ങളായിട്ടുള്ള മിനറൽസും ട്രേസ് എലമെന്റ്സും മൈക്രോന്യൂട്രിയൻസും അടങ്ങിയിരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയധികം റിസൾട്ട് നമ്മളുടെ പ്രോഡക്റ്റിൽ നിന്നും കൃഷിക്ക് ലഭിക്കുന്നത്. കുമ്മായോ ഡോളമേറ്റ് ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2, 3, 4 ജലസേനയ്ക്ക് ശേഷം അതിന്റെ റിസൾട്ട് നഷ്ടപ്പെടും. പക്ഷെ നമ്മുടെ കടൽ കക്കാപ്പൊടി ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റിസൾട്ട് നീണ്ടു നിൽക്കും. കൃഷിക്ക് അത് വളരെയധികം സഹായം ചെയ്യും. ചെടികൾക്ക് മണ്ണിൽ നിന്നും വളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി കൂടുതൽ കിട്ടും. അതാണ് മനോജ് സാർ ഈ പാടശേഖരത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് 3 പ്രാവശ്യം കുമ്മായി ഉപയോഗിക്കുന്ന സ്ഥാനത്ത് അദ്ദേഹം ഒരു പ്രാവശ്യം മാത്രം നമ്മുടെ കക്കാപ്പൊടി ഉപയോഗിച്ച് കൃഷി ചെയ്തപ്പോൾ 135 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് അവിടെ വിളവെടുപ്പ് സാധ്യമായി എന്നുള്ളതാണ്. കടൽ കക്കാപ്പൊടി ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച കൊണ്ട് തന്നെ ചെടിക്ക് പച്ചപ്പ് പ്രത്യക്ഷപ്പെടും. പച്ചപ്പ് പ്രത്യക്ഷപ്പെടുന്നതോടെ തന്നെ ചെടി ഭയങ്കര അധികം ആരോഗ്യത്തിലേക്ക് വരികയും ചെടിക്ക് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുകയും വളരെയധികം കായകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ കർഷകന് ഏറ്റവും കൂടുതൽ മെച്ചം ലഭിക്കും, കൂടുതൽ വിളവ് ലഭിക്കും. അതാണ് നമ്മുടെ കടൽ കക്കാപ്പൊടി ഉപയോഗിക്കുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവം. ഇതാണ് ഞങ്ങളുടെ യൂണിറ്റ്, അതായത് PH ഡോക്ടർ ഉൽപ്പാദിക്കപ്പെടുന്നത് ഇവിടെയാണ്. ഇത് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ തത്തപ്പള്ളി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ഇതിലേതെങ്കിലും രീതിയിലുള്ള മായം ചേർക്കുന്നുണ്ടോ തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പഠിച്ചിരുന്നതാണ്. ഞങ്ങളുടെ പ്രോഡക്റ്റ് അതായത് PH ഡോക്ടർ കടൽ കക്കാപ്പൊടി ഉപയോഗിച്ച് മികച്ച റിസൾട്ട് കിട്ടിയ കർഷകരുടെ അനുഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.